ഇരട്ടക്കൊലപാതക കേസിൽ 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 നേതാക്കൾക്കും ജാമ്യം. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിസ്സാര വകുപ്പുകളിൽ കടുത്ത ശിക്ഷയാണ് നൽകിയതെന്നും രേഖകൾ CBI മറച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് CPM നേതാക്കൾ CBI കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി CPMന് ആശ്വാസം നൽകുന്നതാണ്. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 4 പ്രതികളുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമനടക്കം 4 പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത്. കേസിൽ CBIയുടെ വിചാരണ കോടതി ഉത്തരവിനെതിരെ കുഞ്ഞിരാമനടക്കമുള്ളവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. 5 വർഷം തടവും 10,000 രൂപ വീതം പിഴയുമായിരുന്നു വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്നത്. ശിക്ഷ മരവിപ്പിച്ചതോടെ 4 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. വിചാരണ കോടതി വിധിക്കെതിരെയുള്ള അപ്പീലിൽ പിന്നീട് വാദം കേൾക്കും. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ബെഞ്ചിൻ്റേതാണ് വിധി. 14-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K മണികണ്ഠൻ, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി എന്ന രാഘവൻ നായർ, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നതാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി എന്നതാണ് 4 പേരെയും ശിക്ഷിക്കുവാൻ കാരണമായത്. ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നു. 2019 ഫെബ്രുവരി 17-ന് രാത്രി 7:45-നായിരുന്നു പെരിയ കല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവർ കൊല്ലപ്പെട്ടത്. പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ 14 പ്രതികളുണ്ടായിരുന്നു. പിന്നീട് കേസ് CBI അന്വേഷിച്ചപ്പോൾ കുഞ്ഞിരാമനടക്കം പ്രതികൾ 24ആയി. എന്നാൽ വിചാരണ കോടതി ഇതിൽ 10 പ്രതികളെ വെറുതെ വിടുകയും 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകുകയുമായിരുന്നു. ഇതിൽ 5 വർഷം ശിക്ഷ കിട്ടിയവരായിരുന്നു കുഞ്ഞിരാമനടക്കമുള്ളവർ. ഇവരുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.